ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ലക്ഷ്യം വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അതെന്തായാലും ഞങ്ങൾ പിടിക്കും, ഇതാണ് അവരുടെ ലക്ഷ്യം. മറ്റൊന്ന് ഈ പറയുന്നത് തൃശ്ശൂരോ അല്ലെങ്കിൽ പാലക്കാടോ ഒക്കെ ആയിരിക്കാം. പക്ഷേ CPM ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വിട്ടുകൊടുക്കുമെന്നുള്ള സംശയമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ CPMനും BJPക്കും ഒരുപോലെ സ്വാധീനമുള്ള ഈ കോർപ്പറേഷൻ ആര് നേടും എന്നത് സംബന്ധിച്ച് ചില സർവേകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സർവേകളുടെ അടിസ്ഥാനം ഈ പറയുന്ന താഴെ തട്ടിലേക്കുള്ള ജനങ്ങളുടെ വികാരം തന്നെയാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടുകാരന് ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലായി തദ്ദേശത്തെ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ തിരുവനന്തപുരം നിവാസി എന്നുള്ളൊരു 30 വർഷം അവിടെ താമസിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഗ്രാജുവലായിട്ട് അവിടെ ഞാൻ കാണുന്ന ഒരു കാര്യം, ഗ്രാജുവലായിട്ടൊരു ട്രാൻസ്ഫർമേഷൻ BJP നേരത്തെ ശരിയാണ്, കേരളവർമ്മ രാജ മത്സരിച്ചപ്പോഴും മാധവക്കുട്ടി മത്സരിച്ചപ്പോഴും ഒക്കെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഒരു വലിയ പെട്ടെന്ന് പുനത്തിൽ കുഞ്ഞബ്ദുള്ള BJPയിലേക്ക് വരുന്നു, ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കി. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഉപരിതലത്തിൽ മാത്രമാണ്, വളരെ ഉപരിപ്ലവമായിട്ടൊരു യോഗത്തിൽ വന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിത്യസമ്പർക്കത്തിൽ നമ്മൾ ഏർപ്പെടുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പത്രപ്രവർത്തകനപ്പുറം അവിടെ സ്ഥിരതാമസക്കാരനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ BJPയോട് ഒരുതരം തൊട്ടുകൂടായ്മയായിരുന്നു അവിടെ മൊത്തത്തിലുണ്ടായിരുന്നു. തിരുവനന്തപുരം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അവിടെ ഹൃദയഭാഗത്ത് കൂടുതലും നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും പുറമേ അങ്ങോട്ട് പോകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ, അത് 2 സമുദായത്തിൽപ്പെട്ടവരുമുണ്ട്. ക്രിസ്ത്യൻ അതുപോലെ തന്നെ മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ടവരാണ് കൂടുതലും ഉള്ളത്. അങ്ങനെയുള്ള പ്രദേശത്ത് വേറൊരു രാഷ്ട്രീയവുമാണ് നിലനിൽക്കുന്നത്. ഈ പ്രധാനമായിട്ടുള്ള ഹൃദയഭൂമിയായിട്ടുള്ള നായന്മാർ കൂടുതൽ താമസിക്കുന്ന പൂജപ്പുര, ശാസ്തമംഗലം, പട്ടം അങ്ങനെയുള്ള പ്രദേശം, പിന്നെ അതുപോലെ വട്ടിയൂർക്കാവ് പ്രധാനപ്പെട്ട ഒരു പോക്കറ്റാണ്. ആ സ്ഥലങ്ങളിലെല്ലാം നായർ മേധാവിത്വം എന്ന് പറയുന്നില്ല, അവർക്കാണ് മേൽക്കൈയുള്ളത്. NSSൻ്റെ ഒക്കെ പ്രബലങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങൾ തന്നെയാണ് അവിടെയൊക്കെ നേരത്തെ NSSൻ്റെ ആൾക്കാർ മുഴുവൻ പൊതുവെ 99% കോൺഗ്രസ്കാരായിരുന്നു, CPMനെ എതിർക്കുന്നവരായിരുന്നു. പക്ഷേ ഗ്രാജുവലി ഞാൻ ഈ 30 വർഷം കൊണ്ട് കണ്ടത് ഗ്രാജുവലി ആ ഇക്വേഷൻ മാറി. പ്രത്യേകിച്ച് 2014 മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു മുദ്ര സ്ഥാപിക്കുന്നതോടുകൂടി പതുക്കെ ഈ കരയോഗങ്ങളിലെ കാറ്റ് NSSന് അനുകൂലമായിട്ട് മാറുന്ന ഒരു കാഴ്ച കണ്ടത്. ഒരിക്കൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി NSSകാരെല്ലാം കോൺഗ്രസ്സിന് വോട്ട് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ NSSൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സംഗീത് കുമാർ, തിരുവനന്തപുരത്തുകാരനാണത്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു സംഘം പോയിട്ട് കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ NSS കരയോഗത്തിൻ്റെ പ്രസിഡന്റ് BJPക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്ന ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ അങ്ങനെ വലിയൊരു മാറ്റം, അവർ നേതൃത്വം പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം തൃണമൂല തലത്തിൽ വന്നിട്ടുണ്ട്. BJPക്ക് അനുകൂലമാണ് മിക്കവാറും കരയോഗാംഗങ്ങളെല്ലാം. വ്യക്തിപരമായിട്ട് ഞാനൊരു അങ്ങോട്ട് ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ നടത്തിയപ്പോഴും BJPക്ക് അനുകൂലമായൊരു മനോഭാവം എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഈ ആഗോള സംഗമത്തിൽ NSSൻ്റെ പ്രതിനിധി സംഗീത് കുമാർ തന്നെയാണ് പങ്കെടുത്തത്. അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവവുമാണ് NSSൽ പൊതുവെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന്. അതൊരു വലിയൊരു സാമ്പിളൊന്നും ആണെന്ന് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ കോൺഗ്രസ്സിൽ നിന്നുള്ള ആ പ്രതിഫലനം NSSൽ വളരെ രൂഢമൂലമായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം സമയം. അതായത് ഇപ്പോഴത്തെ അവരുടെ ഈ വോട്ടേഴ്സ് സ്ലിപ്പ് ഉണ്ടല്ലോ, വോട്ടേഴ്സ് സ്ലിപ്പിൽ അതിനകത്ത് നമുക്ക് 2 തരത്തിലുള്ള ഡിജിറ്റൽ ആപ്ലിക്കേഷനുണ്ട്. ഡിജിറ്റലായിട്ട് നമുക്ക് പ്രവേശിപ്പിക്കാം. അതിൽ കൂടി നമുക്ക് നമ്മുടെ പോളിംഗ് ബൂത്തിലേക്കുള്ള വഴി അറിയാനുള്ള മാർഗം നിർദ്ദേശിച്ചിട്ടുണ്ട്, കോഡ് ഉണ്ട്. രണ്ടാമത്തേതായിട്ട് നമുക്ക് BJP വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളോട് പറയുന്നത് നമുക്ക് നേരിട്ട് കേൾക്കാം. ആ കോഡിൽ നമ്മളത് കോഡ് സ്കാൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഹൈടെക് വോട്ടേഴ്സ് സ്ലിപ്പ് തന്നെയാണ് ഇപ്പോൾ അവരവിടെ കൊണ്ടുവന്നിട്ട് അത് വളരെയധികം ആളുകളെ, പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് BJPക്ക് അവിടെ തീർച്ചയായിട്ടും മറ്റുള്ളവരെക്കാൾ ഒരു മേൽക്കൈ ഉണ്ട് എന്ന് പറഞ്ഞത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് ഇപ്പം കോർപ്പറേഷൻ അത് ഒരെണ്ണം മാത്രമാണ്, കണ്ണൂർ മാത്രമാണ് UDFന് ഉള്ളത്, ബാക്കിയെല്ലാം CPMൻ്റെ കയ്യിലാണ്. അപ്പം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് സാധ്യത വളരെ കൂടുതലായിട്ട് ഉള്ളൊരു സ്ഥലമാണ്. നേരത്തെ വളരെ കാലം കൊണ്ട് പുറകോട്ട് പരിശോധിക്കും. എത്രയോ കാലം മുമ്പ് ലോക്സഭയിൽ അവർ ജയിക്കുന്നുണ്ട്, നിയമസഭയിലും അവർക്ക് സീറ്റുകൾ കിട്ടുന്നുണ്ട്.
ഇതിനകത്ത് പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് അകത്ത പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ. കഴിഞ്ഞ പ്രാവശ്യവും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന് തോറ്റതിനകത്തെന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാർ തോപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ ബി ജെ പിക്ക് അകത്ത്. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ പറഞ്ഞ് ഞങ്ങൾ പിടിക്കുമെന്ന്. അവസാനം പിടിച്ചത് CPM. ഇതിനകത്ത് ഇപ്പം തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളില്ലെങ്കിൽ അവിടെ ബി ജെ പി കയറി വരാൻ പറ്റും. കാരണം അറിവ് ശരിയാണെങ്കിൽ നിയമസഭാ സീറ്റിനകത്ത് എണ്ണത്തിനകത്ത് 6 ഒന്നാമത് വന്നെന്നാണ് കേൾക്കുന്നത്. എന്തായാലും 4-5 എണ്ണത്തിലെങ്കിലും ഒന്നാമത് 6 ഒന്നാമത് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. തിരുവനന്തപുരം ജില്ലയിൽ 11 എണ്ണം. തിരുവനന്തപുരം ജില്ല അല്ല, മണ്ഡലമല്ല പറഞ്ഞ, തിരുവനന്തപുരം ജില്ലയിൽ അല്ല. ഞാൻ നിയമസഭാ മണ്ഡലത്തിലെ കാര്യം 7 നിയമസഭാ മണ്ഡലമല്ലേ. അപ്പം അതിനകത്ത് അപ്പം ഈ ബി ജെ പിക്കകത്ത് ഇപ്പം സർവേ റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് 100 സീറ്റിനകത്ത് ഒരു 50-51 സീറ്റ് വരുന്നതൊക്കെ ഭരിക്കാൻ പറ്റും. അപ്പം ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം 35 ഉണ്ട്. എനിക്ക് 35 ഉണ്ട്. കോൺഗ്രസിനായിട്ട് 10 ഉള്ളൂ. കോൺഗ്രസിൻ്റെ കാര്യം ഇപ്പം കേട്ടപ്പം നമ്മൾ ഈ ഒറ്റമരത്തിൽ കുരങ്ങിരിക്കുന്ന പോലെ വരത്തുള്ളൂ. ഈ ഇദ്ദേഹന്മാരെ കാർത്തികേയൻ്റെ മോനോട് മത്സരിച്ചാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്നത് അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 10, ചിലപ്പോൾ അത് 15 പോകുന്നു. അല്ല യാതൊരു സംഭവിക്കാനില്ല. ഇപ്പം അവിടെ മത്സരം നടക്കുന്നത് ഈ 2 പാർട്ടികൾ തമ്മിൽ, ബി ജെ പി. അപ്പം ഇപ്പം ബാക്കി 5 കോർപ്പറേഷനും CPM പിടിച്ചാലും തിരുവനന്തപുരം കോർപ്പറേഷൻ CPMൻ്റെ കയ്യിൽ നിന്ന് പോവുകയും അത് BJP കിട്ടുകയും എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും ഇനി അടുത്ത 2026 നിയമസഭാ സീറ്റിൽ 3ാമത് അധികാരത്തിൽ വന്നാലും CPM സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, അതായത് ഭരണസ്ഥിരാ കേന്ദ്രം. അവിടെ BJPയുടെ മേയർ വരികയാണെന്ന് പറഞ്ഞാൽ BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ആ മേയർ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഈ അമിത്ഷാ അവിടെ വന്നതെന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊരു MLA ഉണ്ടാക്കുന്നതിന് കൗൺസിലർമാരെ ഉണ്ടാക്കി ആ കൗൺസിലർമാരിൽ നിന്നൊരു മേയർ ഉണ്ടാക്കി ആ മേയർ ഉണ്ടാകുമ്പോൾ പിന്നെ MLA ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞു അവർ ഇതിലേക്ക് പോകും. BJPക്ക് വലിയ നേട്ടം ഉണ്ടാവും. അപ്പോൾ അതിന് അനുവദിക്കുന്നൊരു പ്രശ്നം ഞാനീ പറഞ്ഞ ഇപ്പം സർവേ വരുമ്പോൾ ഭൂരിപക്ഷം വരുമ്പോൾ നമ്മൾ ഇപ്പം BJP ഭരിക്കും അല്ലെങ്കിൽ BJP കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറയുമ്പോൾ ഇലക്ഷൻ എണ്ണിക്കഴിയുമ്പോൾ ഈ പറയുന്നത് പോലെ BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്നിടത്ത് CPM ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറയുന്നത്. കാരണം ഏത് രീതിയിലുള്ള ഇലക്ഷൻ സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതായത് BJPക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഇദ്ദേഹം അത് ഈ രാജീവ് ചന്ദ്രശേഖർ ആ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടിയിലും വളരെ കൃത്യമായിട്ട് നടന്നതുകൊണ്ടാണ് ബാക്കി 2 പാർട്ടികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളം ബാക്കി പ്രദേശത്തെ ഒന്നുമല്ല കോർപ്പറേഷൻ സ്ഥാനാർത്ഥി ലിസ്റ്റ് BJPയുടെ ബാക്കിയുള്ളവരും ഞെട്ടിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ശ്രീലേഖ ഓരോ സ്ഥാനാർത്ഥികൾ അതാണ് ബാക്കിയുള്ളവരവിടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനകത്ത് പാടുപെട്ടുപോയി. ഈ ശബരിനാഥനൊക്കെ പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ എന്തായാലും BJPക്ക് അവിടെ ഒരു സാധ്യത ഇപ്പോഴല്ല നേരത്തെ ഉണ്ടായിരുന്നു. ഇല്ല, ആ സാധ്യതകൾ കളഞ്ഞു വിളിച്ചത് അവരുടെ കൃത്യമായ പ്രവർത്തനത്തിനകത്ത് വന്ന പോരായ്മ കൊണ്ടാണ്. പഴുതടച്ചുള്ള പ്രവർത്തനം ഈ പറയുന്ന BJP അവിടെ നടത്തിയാൽ കോർപ്പറേഷൻ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതേപോലെ പഴുതടച്ചുള്ള പ്രവർത്തനം CPM നടത്തും. CPM സോഷ്യൽ എഞ്ചിനീയറിംഗ് മോശമൊന്നുമല്ല. സഹാറി പറഞ്ഞതുപോലെ നായര് മറ്റേ എല്ലാ മെഷീനറിയും അവർ വേണ്ട രീതിയിൽ നായർ കമ്മ്യൂണിറ്റിയെ അവർക്ക് വേണ്ട രീതിയിൽ SNDP അതിൻ്റെ രീതിയിൽ എല്ലാവരെയും അവർ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയാം. അപ്പോൾ മാത്രമല്ല അത് അവരുടെ ഒരു പ്രസ്റ്റീജ് വിഷയമായിട്ട് അവർ കണ്ടിട്ടുണ്ട്. BJP അതേ ലെവലിൽ കണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാധ്യത ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടുമെന്നുള്ളതാണ്. ഈ അയ്യപ്പ സംഘമൊക്കെ നടത്തി നടത്തി അത് പൊളിഞ്ഞു പോയി. പിന്നെ ഈ ശബരിമലയിലെ പ്രശ്നം ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള തിരുവനന്തപുരം മേഖലയിൽ വലിയൊരു വിഭാഗം BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നത്. കാരണം BJP ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ സജീവമായി ഇടപെടുന്നത്, അവരായിരിക്കും നമുക്ക് വേണ്ടി നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ തീരദേശ മേഖല എല്ലായ്പ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ടുകൾ മറിയുന്ന മുഴുവൻ ഈ പറയുന്ന ലത്തീൻ കത്തോലിക്ക അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ കൂടുതലുള്ള മത്സ്യബന്ധന മേഖല ആ ഭാഗത്തുനിന്ന്, അതായത് ഈ പറയുന്ന ഭീമാപ്പള്ളി ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങളിലൊക്കെയാണ് വോട്ട് മറിയുന്നത്. അപ്പോൾ അത്തരം കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ തവണയും BJPക്ക് കടന്നു കയറാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ അവസാനം വലിയ തിരിച്ചടി ഉണ്ടായത്. ഇവിടെയും അത്തരം മേഖല ഒഴിച്ച് ബാക്കിയുള്ള മേഖലകളിൽ താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനം കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ BJPക്ക് കോർപ്പറേഷൻ പിടിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന് പറയുന്നത് BJP നേടുന്ന ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറുന്ന കാര്യം CPMനും അറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനം നടത്തണമെന്ന് CPM അണികൾക്ക് നിർദ്ദേശം നൽകി. ഇപ്പം ശബരിനാഥൻ മുൻ MLA ശബരിനാഥനെ കോർപ്പറേഷനിലേക്ക് ഇറക്കണമെങ്കിൽ UDF അമ്പേ പാളിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു ഘട്ടത്തിലേക്കാണ് അവർ ഇറക്കുന്നത്. അപ്പോൾ അനുകൂലമായ സാഹചര്യം ഇവിടെ BJPക്ക് വന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് അവർ കാണിച്ചു തരണം. ഇനി മാത്രമല്ല ഇത്തരം തന്ത്രങ്ങളെയൊക്കെ ഫലപ്രദമായി എന്നും നേരിട്ട് അതിജീവിച്ച് മുന്നേറുന്ന പാർട്ടിയാണ് CPM. കാരണം അവർക്ക് ഈ കളി മൊത്തം അറിയാം, തന്ത്രങ്ങൾ മൊത്തം അറിയാം. അവസാന നിമിഷത്തിൽ എങ്ങനെ അതിനെ മറുകണ്ഠം ചാടിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തിക്കണമെന്ന് CPMന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എന്തായാലും ഒരു നെക്ക് ടു നെക്ക് എന്ന് പറയാവുന്ന രീതിയിൽ
രീതിയിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോകുന്നുണ്ട്. BJP പിടിക്കുവാണെങ്കിൽ അവരുടെ നേട്ടം, CPM-ന് അത് നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ ഞങ്ങളെ അട്ടിമറിക്കാനൊന്നും നിങ്ങളായിട്ടില്ല എന്ന് അവർക്ക് ഒരിക്കൽ കൂടി തെളിയിക്കാം. ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും കോർപ്പറേഷനിൽ ഒരു മുന്നേറ്റം അവർ നടത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടെ പറയാം, ഒളിമ്പിക്സ് 2036 ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് നടത്തുമെന്ന് വരെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകാൻ ധൈര്യം. ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് തീരുമാനമായിട്ടില്ല. അപ്പോൾ അതുവരെ അത്ര ഭയങ്കരമായൊരു മത്സരമാണ് നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശരി. ABC ഹിന്ദി ചാനൽ കുറച്ച് നാളായി തുടങ്ങിയിട്ടുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ചാനലിലേക്ക് കൂടുതൽ ആളുകൾ എത്തണമെന്ന് കൂടി ഈ ഇതിൻ്റെ കൂട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.